ഹെന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ബൾക്കായിട്ട് മൈലാഞ്ചി ഉണ്ടാക്കുന്നത്. കോണ് സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ഹെന്ന സ്റ്റോൾ ചെയ്യണമെന്ന്. എന്ന് ചെയ്യണം, എപ്പോൾ ചെയ്യണം, അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങും അതുവരെ ഉണ്ടായിരുന്നില്ല. നാളെ ചെയ്താലോ എന്നൊരു തോന്നൽ വന്നു. തലേ ദിവസം തന്നെ ഹെന്ന മിക്സിംഗ് ഒക്കെ ചെയ്ത് വെച്ച്. നെയിൽ കോൺസും ഹാൻഡ് കോൺസും മാത്രമല്ലാതെ കുറച്ച് ക്രോഷ്യൻ്റെ ഐറ്റംസുകളും ഞാൻ ഈ സ്റ്റോളിലേക്ക് ആഡ് ചെയ്തിരുന്നു. ഇനി ലൊക്കേഷൻ ക്യാച്ച് ചെയ്യൽ. ആദ്യം താന്നൂർ ഒട്ടുംപുറം തോൽത്തീരം ബീച്ചായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ അതങ്ങോട്ട് മാറ്റി വെക്കിയിരുന്നു. അങ്ങനെ ലൊക്കേഷൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഉമ്മ പറഞ്ഞത് നമുക്ക് തിരൂർ ഉണ്ണിയാൽ ബീച്ചിൽ പോകാമെന്ന്. ഇച്ചിരി ലോങ് ആണെങ്കിൽ എന്താ ഉമ്മാൻ്റെ ഐഡിയ ഉള്ളൂ. ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. അടുത്ത സ്റ്റോളിട്ടൊരു താത്ത പറഞ്ഞത് 5 മണിക്ക് ശേഷമേ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുള്ളൂ എന്ന്. അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ടേബിളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് നല്ല കാറ്റ്. ബീച്ച് ഏരിയ അല്ലേ, കാറ്റില്ലാതിരിക്കുമോ. ഫ്ലവർ വേസിൽ മണ്ണൊക്കെ നിറച്ചിട്ടായിരുന്നു ഫ്ലവർ ഓർഗനൈസ് ചെയ്ത് വെച്ചത്. അത്രക്കും നല്ല കാറ്റായിരുന്നു. നേരത്തെ കുറ്റിയും പറിച്ച് പോയതുകൊണ്ടായിരിക്കാം നല്ല വെയിലുണ്ടായിരുന്നു. ഇതൊക്കെ നടക്കണതിൻ്റെ ഇടയ്ക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, വരുന്നുണ്ട്, അവരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയതിൻ്റെ ചമ്മലും എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിട്ട് പുറത്തൊക്കെ കാണിക്കുന്നില്ല എന്നുള്ളൂ. അങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചു. 5 മണിക്ക് ശേഷമായിരുന്നു അവിടെ ഒരുപാട് പേര് വന്നത്. കോൺസ് എല്ലാം സെയിലായിപ്പോയി. സത്യം പറയാലോ, ക്രോഷ്യൻ്റെ പ്രോഡക്റ്റ് ഒരാൾ പോലും വാങ്ങിച്ചില്ല. അതിനെന്താണ് കാരണം എന്നുള്ളത് പേഴ്സണലി എനിക്ക് തോന്നുന്നു അത്ര റേറ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കാം. കോൺ സെയിലിംഗ് മാത്രമല്ല ഇരുന്നുണ്ടായിരുന്നേ, നമ്മൾ ലൈവായിട്ട് എന്നെ ഇട്ടുകൊടുക്കും കൂടി ചെയ്തിരുന്നു. അങ്ങനെ നൈറ്റ് 9 മണിക്ക് നമ്മൾ പാക്കപ്പ് ചെയ്തു.